നമസ്കാരം. സൂംബ നൃത്തം, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ പൊടിപൊടിക്കുകയാണല്ലോ കേരളത്തിൽ. സൂംബ നൃത്തം വേണമെന്ന് സർക്കാർ പറയുന്നു. കൂട്ടത്തിൽ കൂടാൻ കുറച്ച് ആൾക്കാരുണ്ട്. അത് പാടില്ലെന്ന് മറ്റു ചില ആൾക്കാർ പറയുന്നു. പ്രത്യേകിച്ചും മുസ്ലിം മതത്തിൻ്റെ ആചാര്യന്മാർ പറയുന്നു. ഇതിന് ചാമിയാരുടെ അഭിപ്രായമൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പലർക്കും കൊച്ചു പരിഭവം. ശരി, എൻ്റെ അഭിപ്രായം ഞാനും പറയാം. സൂംബ നൃത്തം വേണമോ വേണ്ടയോ? നമസ്കാരം. സൂംബ നൃത്തം അത് സുംബ എന്നാണോ സൂംബ എന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. പലയിടത്തും പല രീതിയിൽ എഴുതി കാണുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ നൃത്തരൂപമല്ല കേട്ടോ, അല്ല ഇന്ത്യൻ പ്രോഗ്രാമല്ല. ഇതൊരു കൊളംബിയ എന്ന് കേട്ടിട്ടുണ്ടോ? ലഹരി മരുന്നിൻ്റെ ആസ്ഥാനമാണ്, ലോക ആസ്ഥാനമാണ് കൊളംബിയ. കൊളംബിയയുടെ രാജനീതികളെ പോലും നിയന്ത്രിക്കുന്നത് ലഹരിയുടെ ആൾക്കാരാണ്. അവരെ ഭയമാണ് എല്ലാവർക്കും. ആ കൊളംബിയയിലാണ് ഈ നൃത്തം തുടങ്ങി വെച്ചത്, സ്ഥാപിച്ചത്. നൃത്തക്കാരൻ, അവിടുത്തെ കൊളംബിയൻ നൃത്തക്കാരനാണ് സ്ഥാപിച്ചത്. ഇത് ഈ കലോറി, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലേറെ വരുന്ന കലോറി, അതിനെ എരിച്ചു കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം. 1 മണിക്കൂർ സൂംബ ഈ പ്രക്രിയയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 300 മുതൽ 900 വരെ യൂണിറ്റ് കലോറി അത് എരിച്ചു കളയുമത്രേ. ഇപ്പോൾ ഈ സൂംബ കൊളംബിയൻ കേരളത്തിൽ വേണമോ വേണ്ടയോ, അതാണിപ്പോൾ വിവാദങ്ങൾ നടക്കുകയാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. അഭിപ്രായങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അതിനകത്ത് മതപരമായിട്ടുള്ള ചില ത്രെഡുകളും വന്ന് പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ പൊതുവെ ഈ പ്രോഗ്രാമിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇസ്ലാമോഫോബിയ എന്ന രോഗം ബാധിച്ച് ക്രിസ്ത്യൻ അതോറിറ്റികൾ ഈ സാഹചര്യത്തിൽ സുംബയ്ക്ക് അനുകൂലമാകുമല്ലോ. അങ്ങനെ അനുകൂലമായി. പിന്നെ ഗിന്ദു സന്യാസിമാര്, അവറ്റകൾക്ക് സമൂഹത്തിന് പട്ടിക്കാട്ടത്തിൻ്റെ വരെയല്ലേ ഉള്ളൂ. അവർ ഒന്നും പറയൂല, പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാനും പോണില്ല. ഒരു കീഴ്ശ്വാസം, അത്രമാത്രം. ഇത് ക്രിസ്ത്യൻ രാജ്യത്ത് നിന്ന് എത്തിയതാണ്, കൊളംബിയയിൽ നിന്ന് എത്തിയതാണ്. ആൽബർട്ടോ ബെറ്റോ പെരസ്, അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹം, കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം, പള്ളിക്കാർ, പട്ടക്കാർ, നോ ഡൗട്ട് ദേ വിൽ അക്സെപ്റ്റ് ഇൻ ഓൾ മീനിങ്. അതൊരു ബാധ്യത പോലെ അവർ ഏറ്റെടുക്കും. ഇതിന് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്പവസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം അതോറിറ്റികൾ ഇതിനെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. RSSകാർ ഈ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് അനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ അവരെന്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു? അതിന് കാരണം വേറെയാണ്. അവർക്ക് യോഗ മതി. ഇവിടെ എല്ലാത്തിൻ്റെയും പുറകിലൊരു ഹിഡൻ, ഒളിഞ്ഞിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. യോഗ തള്ളിക്കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി യോഗയുടെ ഒരു പ്രചാരകനായിട്ട് മാറിയതോടുകൂടി യോഗ തള്ളിക്കയറി വരികയാണ്. ഇപ്പോൾ യോഗ ഒരു പഴഞ്ചൻ പരിപാടിയല്ല, ഒരു പുതുഞ്ചൻ പരിപാടിയാണ്, സ്റ്റൈലിഷ്ടാണ്. ആയതുകൊണ്ട് തന്നെ ന്യൂജൻ ആളുകൾക്കും അത് ഇഷ്ടമാണ്.
ആയതുകൊണ്ട് തന്നെ യോഗ നാളെ ഓർ മറ്റന്നാൾ കേരളത്തിലും നുഴഞ്ഞു കയറി വരും. സ്കൂളുകളും കോളേജിലും അത് വലിയ രൂപത്തിലുള്ള പ്രചാരം അതിൽ സിദ്ധിച്ചെടുക്കും. അത് നേരത്തെ കണ്ടുകൊണ്ടാണ് യോഗയുടെ അധിനിവേശം, ഇൻഫിൽട്രേഷൻ, ആ നേരത്തെ കണ്ടുകൊണ്ടാണ് സുംബ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഗവൺമെൻറ് സ്ഥാനത്തെ കൊണ്ടുവന്നത്. ആയതുകൊണ്ട് തന്നെ അവർക്കത് എതിർപ്പാണ്. ഇവിടെ യോഗയുള്ളപ്പോൾ എന്തിനാണ് സുംബ? അവർക്ക് യോഗ വേണ്ട, സുംബ മതി. ഇവർക്ക് സുംബ വേണ്ട, യോഗ മതി ആർഎസ്സുകാർക്ക്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് നാം ചിന്തിക്കാതെ പോകുന്ന വലിയൊരു കാര്യമുണ്ട്. ഇവിടെ മതത്തിൻ്റെ അധികാരികൾ അഭിപ്രായം പറഞ്ഞു, രാഷ്ട്രീയക്കാര് അഭിപ്രായങ്ങൾ പറഞ്ഞു, സമൂഹത്തിലെ വലിയ ശബ്ദമുള്ള ആളുകൾ, പത്രങ്ങൾ, TV ചാനലുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാതെ പറഞ്ഞു. അഭിപ്രായം പറയാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. അത് നമ്മൾ ചിന്തിക്കണം. കുട്ടികളുടെ താല്പര്യം എന്താണ്? അത് ചിന്തിച്ചോ? ഇവര് പറയുന്നു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, കലോറിയെ ലയിപ്പിച്ച് കളയുന്നു, കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാകുന്നു. ഓക്കെ, ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാധനമുണ്ട് കേട്ടോ, ഉറക്കം. പെറ്റുവീഴുന്ന കുട്ടികൾ 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം വരെ 17 മണിക്കൂർ വരെ ഉറങ്ങും. മുല കുടിക്കുക, ഉറങ്ങുക, മുല കുടിക്കുക, ഉറങ്ങുക, മുല കുടിക്കുക, ഉറങ്ങുക. അതാണ് കുട്ടികൾ ചെയ്യുക. പിന്നീട് വളർന്ന് ഓരോ ഘട്ടങ്ങളിൽ ഓരോ ടൈം വെച്ചിട്ടില്ല. അങ്ങനെയാണ് കുട്ടികൾ, അങ്ങനെയായി. അതിൻ്റെ സ്വാഭാവിക രീതിയാണത്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുട്ടികൾ ഉറങ്ങുന്നത് 10 മുതൽ 13 മണിക്കൂറുകളാണ്, ഒരു ദിവസത്തിൻ്റെ പകുതി. അത് കഴിഞ്ഞ് 6 മുതൽ 12 വരെയുള്ള പ്രായമുള്ള സമയത്ത് ആ കുട്ടികൾ ഉറങ്ങുന്നത് 9 മുതൽ 12 വരെയുള്ള മണിക്കൂറുകളിലാണ്. അപ്പോഴും ഏകദേശം ചില കുട്ടികൾ ഒരു ദിവസത്തിൻ്റെ പകുതി ഉറങ്ങി തീർക്കും. പിന്നെ യൗവനം 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ സ്കൂളിൽ വിടാൻ നിൽക്കുന്ന സമയത്ത് ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ 10-ാം ക്ലാസ്, അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ അവിടെ വരുന്ന സമയത്ത് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങണം. ഉറക്കം എന്നാൽ ശരീര മനോബുദ്ധികൾക്കുള്ള ഈശ്വരദത്തമായിട്ടുള്ള വിശ്രമമാണ്. അത് ആ സമയമാവുന്ന സമയത്ത് നമ്മൾ അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോകും. സ്ഥലവും കാലം നോക്കില്ല. കണ്ടിട്ടില്ലേ, മന്ത്രിസഭയിലൊക്കെ നിയമസഭയിലൊക്കെയും വലിയ പ്രസംഗം നടക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ പോകണം. അത് സ്ഥലവും കാലം നോക്കില്ല. ഉറക്കം വന്നാൽ അതാണ് ഈശ്വരദത്തമാണത്, പ്രകൃതിദത്തമാണ് ആ വിശ്രമം. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ സർവ്വവിധേനയും ജീവിതത്തിൻ്റെ താളം തെറ്റും, ഭ്രാന്താണ്. പിന്നെ അതുകൊണ്ടാണ് വല്ലാതെ വയലൻ്റ് ആവുന്ന ആളുകൾ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ആളുകൾ ചോദിക്കും, ഇദ്ദേഹത്തിന് ഉറക്കം എങ്ങനെ? ഉറക്കം വളരെ കുറവാ. ഉറക്കം കുറഞ്ഞു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ജീവിതത്തിന് താളം തെറ്റും, മനോനില തെറ്റും, വിഭ്രമാത്മകമായിട്ടുള്ള മനോനില. അത് തന്നെയാണ് ഭ്രാന്തിൻ്റെ ആദ്യ ലക്ഷണം. സ്കൂൾ കാലഘട്ടം, ആ കാലഘട്ടം അതായത് 5 മുതൽ 20 വയസ്സ് വരെ എന്ന് പറയാം നമുക്ക്. 15 വയസ്സാകുമ്പോൾ 10-ാം ക്ലാസ്, പിന്നെ 17 +2, പിന്നെ ഗ്രാജുവേഷൻ, അതുവരെയും വിദ്യാർത്ഥി. പയ്യൻസ് ആണല്ലോ, പയ്യൻസ്. ആ കാലഘട്ടത്തിൽ അതിന് 15 വരെയെങ്കിലും, ഏറ്റവും കുറഞ്ഞ 15 വയസ്സ് വരെയെങ്കിലും സ്വച്ഛന്തമായിട്ടുള്ള സ്വേച്ഛ, അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങളെ നടത്താൻ അവന് കഴിയില്ല. കാരണം അവൻ്റെ പൈസയിലൊന്നുമില്ലല്ലോ, എല്ലാത്തിനും വീട്ടിൽ നിന്നിട്ട് യാചിക്കണമല്ലോ. ഈ ഒരു കാലയളവിൽ പുതുലോകത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന, പഴയ കാലത്തല്ല, പുതുലോകത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ പറഞ്ഞറിയിക്കാനാവാത്ത കാര്യങ്ങളാണ്.
ഈ സമയത്ത് അവനിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള അഥവാ നൈസർഗികമായിട്ടുള്ള ഭാവങ്ങൾ അവന് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ കയ്യും കാലും കണ്ണൊക്കെയും കാലൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ ചലിപ്പിക്കുന്ന പോലുള്ളൊരു പാവയായിട്ട് മാറുകയാണ് അവൻ സൂര്യോദയം കാണുന്നില്ല, സൂര്യാസ്തമയം കാണുന്നില്ല. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടതേ സൂര്യോദയം എന്ന് പറയാൻ അവന് കഴിയുന്നില്ല. മഴയും വെയിലും അവൻ അനുഭവിക്കുന്നില്ല. പാടത്തും പറമ്പിലും ഓടിച്ചാടാനാവുന്നില്ല. മരം കയറാൻ കഴിയുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാനും കഴിയുന്നില്ല. കല്ലെടുത്തെറിഞ്ഞ് മാമ്പഴം വീഴ്ത്താൻ അവന് കഴിയുമോ? അതും കഴിയുന്നില്ല. ഇങ്ങനെയെല്ലാം കഴിയുമ്പോഴാണ് അവൻ്റെ ശരീര മനോബുദ്ധികൾ പുഷ്ടി പ്രാപിക്കുക. അങ്ങനെയായിരുന്നു പണ്ട്. ഞാൻ സ്കൂളിൽ പ്രസംഗിച്ച സമയത്ത് എൻ്റെ സ്കൂളിൽ എന്നെ വിളിച്ചു കൊണ്ടുപോയി ഒരു ഫംഗ്ഷന്. അന്ന് എൻ്റെ ആദ്യത്തെ വാക്കുതായിരുന്നു, സ്കൂൾ ജീവിത കാലഘട്ടം അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും കാലഘട്ടമായിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നിസ്സാരക്കാരല്ല. അതിലൊരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ആ കുട്ടി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി അവിടെ നിന്ന് ഈ തടിയൻ സ്വാമിയോട് ഒരു പേടിയും കൂടാതെ പറയുകയാണ്, ഇന്ന് അതൊക്കെ തന്നെയാണ് സ്വാമി സ്ഥിതി എന്ന്. ആൾക്കാർ മുഴുവൻ കൂട്ടച്ചിരി. എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗതികെട്ട് പോകുന്നു എന്ന് മാത്രം. കാലത്ത് 8 മണിക്ക് ഉണരുന്ന കുട്ടികളെ 5 മണിക്ക് വിളിച്ചുണർത്തും. നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നേരത്തെ എടിക്കടവഞ്ഞ് വിളിച്ചുണർത്തിയാൽ ഭീമസേനനെ മന്ദബുദ്ധിയാക്കി മാറ്റിയത്. ഭീമസേനന് മന്ദൻ എന്നൊരു പേരുണ്ട്. മഹാഭാരതത്തിൽ അത് പറയും. മഹാഭാരതത്തിലെ രാമായണത്തെ ഭീമസേനൻ എനിക്കറിയില്ല കേട്ടോ. അത് ഈ ഹിന്ദുത്വവാദികളോട് ചോദിക്കണം. എനിക്കറിയില്ല. രാവണൻ മഹാഭാരതത്തിലല്ലേ? എനിക്കറിയില്ലെന്നേ. അത് ഹിന്ദുത്വവാദികൾക്ക് അറിയുള്ളൂ, ഒറിജിനൽ ഹിന്ദുക്കൾക്ക്. അപ്പം അത് പോട്ടെ. മന്ദൻ എന്നൊരു പേരുണ്ട്. അദ്ദേഹത്തെ അസാമാന്യമായിട്ടുള്ള ശാരീരിക ശേഷിയുള്ള ഭീമനെ ഭയമായിരുന്നു ദുര്യോധനാദികൾക്ക്. ആയതുകൊണ്ട് തന്നെ ഭീമനെ 2 മണി 3 മണി സമയത്ത് ഭീമൻ ചേട്ടാ എന്നിട്ട് തട്ടി ഉണർത്താറുണ്ട് അത്രേ. അങ്ങനെ നിരന്തരം ചെയ്തപ്പോഴാണ് അദ്ദേഹം ബുദ്ധിക്ക് ഹാനി സംഭവിച്ചെന്നാണ് പറയുന്നത്. ഇപ്പം കണ്ടിട്ടുണ്ടല്ലോ, കാലത്ത് 4 മണിക്ക് 5 മണിക്കും അമ്പലത്തിൽ 6 കൊല വിളി മൈക്ക് സെറ്റും വെച്ച് അമ്പലത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന കുട്ടികൾ മുഴുവൻ രോഗികളാണ്. ബുദ്ധിക്ക് ബ്രഹ്മം പിടിച്ചവരാ, അത് വേറെ കേസ്. അപ്പോൾ ഏതായാലും 5 മണിക്ക് വിളിച്ചുണർത്തും. എന്നിട്ട് കുട്ടി ഇങ്ങനെയാ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പ്, അതിൻ്റെ ഇടയിൽ ട്യൂഷൻ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പോഴേ കുട്ടികൾക്ക് വയ്യാണ്ടാവും. അച്ഛനും അമ്മയോടും ചേർന്ന് ആഹാരം കഴിക്കുന്നില്ല. ഓർക്കണം, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ അച്ഛനോടും അമ്മയോടും ചേർന്ന് അവന് ആഹാരമില്ല. പിന്നെ ഒരു ചോറും പാത്രം. അത് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഒരു പുഴുക്കത്തിൻ്റെ മണം അനുഭവപ്പെടും. അതവിടെ നിന്ന് ആഹാരം കഴിക്കുന്നു. ലഞ്ച് അച്ഛനും അമ്മയും ഇല്ല, ഒപ്പമല്ല. ഊണ് കഴിഞ്ഞാൽ വീണ്ടും അതേ ഇരിപ്പാണ്, പിന്നെയും ക്ലാസ്സാണ്. ഉച്ചയൂണും ഒറ്റയ്ക്ക് കഴിക്കുന്നു. അവിടെയും മാതാപിതാക്കളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളിക്കുളങ്ങലയിൽ ഒരു സ്ത്രീ പ്രസവിച്ച 2 കുട്ടികളെ കൊന്നു വലിച്ചെറിഞ്ഞല്ലോ, അത് തന്നെയല്ലേ ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ കൊലപാതകമല്ല, പക്ഷേ പരോക്ഷമായിട്ട് നിങ്ങൾ നോക്ക്, കൊല ചെയ്യുകയല്ലേ ചെയ്യുന്നത്. 5 വയസ്സിലെ കുട്ടികളെ വലിച്ചെറിയല്ലേ ചെയ്യുന്നത്. പിന്നെ അവൻ അനാഥനല്ലേ അവൻ. മാതാപിതാക്കൾ പിന്നെ എവിടെയാണ് ഉള്ളത്? കാലത്ത് ആഹാരത്തിൻ്റെ ഒപ്പം ഉണ്ടോ? ഉച്ചയ്ക്ക് ആഹാരത്തിൻ്റെ ഒപ്പം ഉണ്ടോ? ഇടനേരത്തെ ആഹാരത്തിൻ്റെ ഒപ്പം ഉണ്ടോ? വൈകുന്നേരം ട്യൂഷൻ. ഇതെപ്പോൾ തുടങ്ങി? LKG ഉണ്ട്, UKG ഉണ്ട്, അതിന് പ്ലേ സ്കൂളുണ്ട്. പിന്നെ വളർന്നു കിടക്കുന്ന കുട്ടികളെ അച്ഛനും അമ്മയ്ക്കും ജോലിയാണല്ലോ. പ്രസവിച്ച കുട്ടികളെ കൊളസ കുട്ടികളെ അവിടെ കൊണ്ട്, അത് കയ്യും കാലും ഇങ്ങനെ ആടുന്ന കുട്ടികളെ കൊണ്ടിടും. അങ്ങനെ അതിനുള്ള സംവിധാനങ്ങളും കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തിനാണ്ടി പ്രസവിക്കണേ? അവനോടും ചോദിക്കുക, നീ എന്തിനാണ്ടാ പ്രസവിപ്പിക്കുന്നത്?
ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഐസക് ന്യൂട്ടൻ ആരാണ്? ഐസക് ന്യൂട്ടൻ ഉടനെ തന്നെ മറുപടി വന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണ്? E=mc². വാട്ട് ഈസ് E? വാട്ട് ഈസ് എം? എല്ലാത്തിനും മറുപടി വന്നു. കോപ്പർനിക്കസിനെ അറിയാം. അമ്മൂമ്മയുടെ പേരറിയോ? മുത്തച്ഛൻ്റെയോ? അതറിയില്ല. പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത കുട്ടികൾ, യന്ത്രമനുഷ്യന്മാർ. കാരണം അവർക്ക് വിശ്രമമില്ല. അത്തരം ഒരവസ്ഥ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്നത് എന്താ? സുംബ വേണമോ വേണ്ടയോ, അതാണല്ലോ നമ്മുടെ വിഷയം. അതിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. പലരും പറയും സ്വാമി 10 മിനിറ്റ് കൊണ്ട് ഈ സ്വാമിയുടെ പ്രഭാഷണം നിർത്തണം. ഞാനൊരു കാര്യമാണ് പറയുന്നത്. പറഞ്ഞു കഴിയുന്നവരെ ഞാൻ പറയും. അതിന് വിശദീകരണങ്ങൾ ആവശ്യമാണ്. ഞാനിവിടെ പറയാം സുംബ വേണോ വേണ്ടേ? സുംബ വേണം. അതെന്താ അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പം അതിന് വിശദീകരണം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ സുംബ വേണ്ട, അതെന്താ അങ്ങനെ പറയണേ? അപ്പം അതിന് വിശദീകരണം കൊടുക്കണ്ടേ? അപ്പോൾ പറയുന്നത് വിശദീകരണം കുറച്ച് കൂടുതലായി എന്ന്. അതങ്ങനെയുള്ള മണകുളാഞ്ചന്മാർ എന്തിനാവട്ടെ, കാണാതിരിക്കുക എന്തിനാവട്ടെ. ഇവിടെ ഇങ്ങനെ വിശ്രമമില്ലാത്ത, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അടിമ, ഒരു ഭാവത്തിൽ ആ കുട്ടികളെ വളർത്തുമ്പോൾ അവരിൽ സ്നേഹമില്ലാതായി മാറുന്നു, കരുണയില്ലാതായി മാറുന്നു, അദ്വേഷ്ടതയില്ലാതായിട്ട് മാറുന്നു. അവസാനം വേണ്ടുന്ന സമയത്ത് അവർക്ക് കുടുംബത്തെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അവർക്ക് കൂട്ടിന് കിട്ടുന്നില്ല. കാരണം എന്താ? സ്കൂൾ ജീവിതം കൊണ്ട് അതൊക്കെ അന്യമായി കഴിഞ്ഞു. അച്ഛൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോൾ ഈ ചെക്കൻ പാവമായോ ഉറങ്ങിക്കഴിഞ്ഞിട്ടോ 6 മണി 7 മണിയാകുമ്പോഴേക്കും തളർന്നുറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിറ്റേ ദിവസം കാലത്ത് ഇവൻ എഴുന്നേറ്റെല്ലാം വരുമ്പോഴേക്കും അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും. തമ്മിൽ കൂടിക്കഴിയാൻ ആയിക്കോട്ടൊരു ഞായറാഴ്ച, അന്ന് സ്പെഷ്യൽ ക്ലാസ്, പണ്ടാരടങ്ങാൻ സ്പെഷ്യൽ ക്ലാസ്. എന്തിനാണ്ടോ ഇങ്ങനെ കുത്തിക്കയറ്റുന്നത്? കുട്ടികളുടെ ആഹാരം നമ്മൾ ആവശ്യത്തിലേറെ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ദഹിക്കില്ലടോ. പിന്നെ ഡോക്ടറെ കാണാൻ പോകേണ്ടി വരും. ഇതുപോലെ കുട്ടികളെ ബുദ്ധിച്ചരക്കുകളാക്കി മാറ്റുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? മനോവികാസമില്ലാതെ പോകുന്നു, ബുദ്ധിച്ചരക്കുകളായി മാറുന്നു. അക്കാഡമിക് വിദ്യാഭ്യാസം കൊണ്ട് അവർ ബുദ്ധിച്ചരക്കുകളായിട്ട് മാറും, മനോവികാസമില്ലാത്തവരായിട്ട് മാറും. പൂട്ടിയിട്ട പോമറേനിയൻ പട്ടിക്കുട്ടികളെ പോലെ. അതിനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? എന്താ? നാടൻ പട്ടികളെ അതിനെ കടിച്ചു കൊല്ലും. അതിനെ ഇതിനകത്ത് കിടന്ന് അതിന് മാത്രമേ അതിന് കഴിയുള്ളൂ. ഇത് സാരം പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് സ്കൂൾ ജീവിതം കൊണ്ട് മാതാപിതാക്കളും അതിൽ നിന്ന് കിട്ടുന്ന സ്നേഹമൊക്കെ അവൻ അന്യമായി കഴിഞ്ഞു. അവസാനം പിന്നീട് ഒരിക്കൽ മക്കളെ ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കൾ വെമ്പുന്ന സമയത്ത് അവർ 7 കടലിനക്കരെയുള്ള ഏതോ ലോകത്തിലേക്ക് മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ഡ്രാഫ്റ്റ് വരും, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ യൂട്യൂബ് എന്തായാലും പറയാം, വാട്സപ്പ് ഉണ്ടല്ലോ, അതിൽ ഹലോ സുഖമല്ലേ, അത്ര തന്നെ. അതിനപ്പുറം ഒന്നുമില്ല. സ്കൂൾ പഠനം സുംബ വേണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഇനി എൻ്റെ മറുപടിയെ വരാൻ പോണത്, പ്രത്യക്ഷത്തിലെ മറുപടി. സ്കൂൾ പഠനം ഏറി വന്നാൽ 4 മണിക്കൂർ മതി. 9 മണി മുതൽ 1 മണി വരെ, 10, 11, 12, 1. അയ്യ വിട്ടയക്കണം മോനെ വീട്ടിലേക്ക്. കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കട്ടെ. അത് ഉച്ചയ്ക്ക് കുട്ടികൾ വീട്ടിൽ വന്ന് മാതാപിതാക്കളൊപ്പം അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കട്ടെ. ഷാർജയിലുള്ള റോയൽ ഫാമിലി, അതിൽ പെട്ട ഒരാളോട് എനിക്ക് ഭാഗ്യത്തിന് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനവിടെയുള്ള ദുബായിലുള്ള UAE-യിലുള്ളൊരു വലിയൊരാളുടെ ഒരു സൗഹൃദം കൊണ്ട് എനിക്കത് സാധിച്ചത്. അന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, എന്തൊക്കെയോ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ഫ്രീ, 4 ദിവസം ജോലി അങ്ങനെ ആക്കാൻ പോവുകയാണെന്ന്. ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ
അല്ലയോ മഹാനുഭാവ, പ്രൊഡക്ടിവിറ്റി കൂടുക ചെയ്യുള്ളൂ കേട്ടോ. വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ 100 യൂണിറ്റുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ വിശ്രമത്തോടുകൂടി ജോലി ചെയ്യുന്ന സമയത്ത് 150% ഉയരുകയാണ് ചെയ്യുക. സംഭവിച്ചും അതുതന്നെയാണ്. ഷാർജയിലുള്ളവർക്ക് അറിയാമത്. ഇന്നിപ്പോൾ 4 ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം വേണ്ടി കാത്തിരിക്കുക. അയ്യോ ബോറടിക്കുന്ന, ഓഫീസിൽ പോകാൻ ധൃതിയായി. 5-ാം ദിവസം കാലത്ത് 5 മണിക്കേ തുടങ്ങും. ഓ ഇന്ന് ഓഫീസുണ്ട്, എന്തൊരു സന്തോഷമാണ്. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ജീവന പദ്ധതി ആസ്വദിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ പഠന കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും, നിങ്ങളാരും സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നരകം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് നരകം. ഞാനൊക്കെ അനുഭവിച്ചത് അതാ. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ. എനിക്ക് വയറിനകത്ത് ഭയങ്കര പനി, എന്നാ നീ സ്കൂളിൽ പോകണ്ട. വയറിനകത്ത് പനിയോ? അത് ചോദിക്കില്ല കാരണവന്മാർ. എന്നാ നീ സ്കൂളിൽ പോകണ്ട. പിന്നെ ഐ ഹംബ്ലി റിക്വസ്റ്റഡ് ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ലീവ് ലെറ്ററൊക്കെ നീട്ടി വെച്ച് ഇംഗ്ലീഷിൽ എഴുതാൻ പാടുള്ളൂ. ലീവ് ലെറ്റർ എനിക്കുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അതിൻ്റെ തലേദിവസം വരെ പഠിച്ച പാഠങ്ങൾ അത് പിന്നെ ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഇന്നിപ്പോൾ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നരക, പിറ്റേ ദിവസം പോലെ കഴിഞ്ഞ കാര്യങ്ങളൂടി പഠിക്കണമല്ലോ. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതല്ല. ഏതായാലും സ്കൂളിനകത്ത് ഇറുക്കി പിടിച്ചുകൊണ്ട് 6 മണിക്കൂർ, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിലെത്താൻ ആവറേജ് 1 മണിക്കൂർ വെച്ചോളൂ. ബസ്സിനകത്താണെങ്കിലും കാറിനകത്താണെങ്കിലും ഓട്ടോറിക്ഷനെന്ന് പറയേണ്ട ആവശ്യമില്ല. 50 പേരാണ് ഓട്ടോറിക്ഷയിൽ കയറുക. ഇറുക്കി പിടിച്ച് ഒരു യാത്ര. 6 മണിക്കൂർ സ്കൂളിനകത്ത് ഇറുക്കി പിടിച്ചിരിക്കണം. ചാരുകസേരയൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഒരു യാത്ര. അപ്പോഴേക്കും അവൻ്റെ പണി തീർന്നിട്ടുണ്ടായിരിക്കും. അതോടൊപ്പമാണ് ഇപ്പോൾ സുംബ വന്നിട്ടുള്ളത്. സുംബ ആവശ്യമാണോ ആവശ്യമല്ലയോ? അതാണല്ലോ നമ്മുടെ വിഷയം. ഇതിൻ്റെ ഇടയിൽ ആ സുംബ വന്നിട്ടുള്ളത്. ഞാനൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഞാൻ ഇതുപോലെയൊന്നും അല്ലല്ലോ വീട്ടിൽ കിടന്ന് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ ഡ്രസ് കോഡ് ആശ്രമത്തിൻ്റെ. വന്നു കഴിഞ്ഞാൽ എല്ലാം ഊരിയിട്ട് ഒരു ബർമുടിയിട്ട് അവിടെ നിൽക്കുക. പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് വർഷക്കാലാണെങ്കിലും വന്ന് കുളിച്ചാലാണ്, അല്ലെങ്കിൽ ഒരു വേർപ്പിൻ്റെ ഒരു അസ്കീത ഉണ്ടെന്നൊരു തോന്നലുണ്ടാകും. ഇത് സ്കൂളിലെ കാലത്ത് വീട്ടിൽ നിന്ന് കോട്ടും സൂട്ടും 3 പീസും എല്ലാം ഇട്ട് അവിടെ പോയിട്ട് സുംബ 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 ഊമ്പ ഇതെല്ലാം കഴിഞ്ഞ് ആ വേർപ്പുമായിട്ട് പിന്നെയും അവിടെ തന്നെ കുത്തിയിരിപ്പ്, പിന്നെയും പഠനം. വിശ്രമമില്ല. നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഒന്ന് കൈക്കോട്ടെടുത്ത് കളച്ചു, അല്ലെങ്കിൽ ഇപ്പുറത്ത് അടിച്ചു വാരി കഴിഞ്ഞാൽ വീണ്ടും വന്ന് നിങ്ങൾക്കൊന്ന് കുളിക്കണം, മുഖം കഴുകണം. അതൊന്നുമില്ല. കണക്കും കാര്യങ്ങളും ആകട്ടെ, ജനറൽ നോളജ് ആകട്ടെ, ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്കൂളിൽ നിന്ന്. പക്ഷെ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടത്, അത് ജീവിതം വീട്ടുകാരുടെ ഒത്താണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. ജീവിതം അവിടെയാണ് ആഘോഷിക്കേണ്ടത്. അതല്ലെങ്കിൽ പുതിയ തലമുറ വഴി തെറ്റുന്നുണ്ടോ? DJ പാർട്ടികൾ നിരോധിക്കാം. DJ പാർട്ടി ഇപ്പം ഇന്നലെ DJ പാർട്ടി അടിപിടി സിനിമാ താരങ്ങളുണ്ട്. പ്രമുഖ സിനിമാ താരങ്ങൾ, പേരില്ല. അതായത് പാവപ്പെട്ടവൻ വെച്ചാൽ പേരും അവൻ്റെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അഡ്രസ്സും വീട്ടു നമ്പറൊക്കെ എഴുതും. തമ്മിലടി, ലഹരി, കള്ളുകൂടി, DJ പാർട്ടി, ഭയങ്കര ഭയാനകമായിട്ടുള്ള മ്യൂസിക്. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണോ അതറിയില്ല. DJ പാർട്ടി, ലഹരി, അടി, തല്ല്, കോടതി, ജയില്, ഇതൊക്കെയാണ് പുതുതലമുറയുടെ മുഖമുദ്രകൾ. അതിൻ്റെ കൂട്ടത്തിലാണ് ലോകത്തിൻ്റെ ലഹരിയുടെ തലസ്ഥാനമായിട്ടുള്ള കൊളംബിയയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു നൃത്തപരിപാടി സുംബ, അതും കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയൂ, നമ്മുടെ സ്കൂളുകളിൽ സുംബ
ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ വേണോ? ഒരു വിശ്രമവുമില്ലാതെ ഉള്ള നരക ജീവിതത്തിലേക്ക് 5 വയസ്സാകുമ്പോഴേയും കുട്ടികളെ നിങ്ങൾ വലിച്ചെറിയല്ലേ ചെയ്യുന്നത് വാസ്തവത്തിൽ? അത് കഴിഞ്ഞാൽ അവൻ്റെ മൂക്കിലൂടെ മൂക്കയറിട്ടിട്ട് നിങ്ങൾ ഓടിക്കുകയാണ്. കുട്ടികളെ വായിൽ മൂക്കിക്കൂടെ പത ചാടുകയാണ്. കുട്ടിയെ ബുദ്ധിമാന്മാരാക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സാധാരണ സ്കൂളുകളിൽ പഠിച്ചു വന്ന ആൾക്കാരൊക്കെയാണ് ഈ ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആന്റണി ആണെങ്കിലും ഇന്നത്തെ പഴയ തലമുറയിലുള്ള ആൾക്കാർ. പ്രഗത്ഭ VK കൃഷ്ണമേനോൻ ഉണ്ടായിരുന്നു ഇവിടെ, ശശി തരൂരുണ്ടായിരുന്നു ഇവിടെ, ഒരുപാട് പേര്. അവരെ പറയുക ഒരുപാട് പേര്. പുതിയ തലമുറയുടെ സ്ഥിതി എന്താണ്? നമുക്കൊരു IAS കാരനില്ല, IPS കാരനില്ല, ഒരു ചിന്തകനില്ല, നല്ലൊരു എഴുത്തുകാരനില്ല. എഴുത്തുകാർ മുഴുവൻ ജേണൽ എഴുതുന്നവരെ കുറേ പെണ്ണുങ്ങളുണ്ട്. പണ്ടിവിടെ ഒരു ലളിതാംബി അന്തർജനം, ആ ഒരു മാധവിക്കുട്ടി, ഇത്തരം ആളുകളെ ഇവിടെ എഴുത്തുകാരായിട്ടുണ്ടായിരുന്നു. സുഗതകുമാരി അവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1,86,537 എഴുത്തുകാരികളാണ്. അവരെയൊക്കെ നന്നായിട്ട് ആധാരം എഴുതുന്ന ആളുകളുണ്ട്. ഞാൻ കാലത്ത് എഴുന്നേറ്റ് ഞാൻ ജനലിൻ്റെ കൂടെ നോക്കി. അന്നും സൂര്യൻ കിഴക്കാണ് ഉദിച്ചത്. വേറെ ദിവസങ്ങളിൽ ഇടയ്ക്ക് പടിഞ്ഞാറ് ഉദിക്കും. ഇങ്ങനെ വെറുതെ ജേണൽ എഴുതും. അത് കഴിഞ്ഞ് ഈ പുസ്തകം കൊണ്ട് പ്രസാധകൻ ആ പുസ്തകത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഊട്ടിയിലേക്ക് പോകും. ഊട്ടിയിലേക്കൊരു പോക്കുണ്ട് എഴുത്തുകാരിയെ കൊണ്ട്. തിരിച്ചു വന്നാൽ പ്രസാദനം വന്നു. അടി വരില്ല. ഊട്ടിയിലേക്ക് പോകണം. അവിടെ വെച്ചാൽ ഡിസ്കഷൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ വായിക്കാൻ ആളില്ല. അത് കംപ്ലൈൻറ്റ്. എങ്ങനെ ആളുണ്ടാകുക? ഒരു വരി വായിച്ചാൽ അതാരെ എഴുതിയെന്ന് ചോദിക്കില്ല. ഇവിടെ തിരിഞ്ഞൊന്നു നോക്കിയാൽ എന്താണ് അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നു പോയാൽ അവിടെല്ലാം പൂമഴയായി. പിന്നെ ഇതാരെഴുതിയത്? കണ്ടംകുളത്തി കേശവനോ? ആർക്കും അറിയാം. ഇത് പറയുമ്പോൾ തന്നെ ചങ്ങമ്പുഴയുടെ വട്ടക്കണ്ണട വെച്ച രൂപം വന്നു. അതാണ് എഴുത്ത്. 60ാമത്തെ എഡിഷനാ പുറത്തേക്ക് വന്നു. പക്ഷെ ഇപ്പോഴുള്ള 1,86,537 പെണ്ണുങ്ങൾ എഴുതുന്നൊന്നും പുറത്തേക്ക് വരില്ല. അത് വെറുതെ ഇങ്ങനെ എഴുതി വിടുക. വായിക്കുന്നവർക്കൊരു വികാരം ഉണ്ടാവില്ല. എന്നിട്ട് ഇവരുടെ സിമ്പോസിയം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാച്ചാൽ നല്ലൊരു സാഹിത്യകാരനുണ്ടാകുന്നില്ല, നല്ലൊരു ശാസ്ത്രജ്ഞനുണ്ടാകുന്നില്ല, നല്ലൊരു ചിന്തകനുണ്ടാകുന്നില്ല, ലോകമറിയുന്നൊരു പ്രതിഭയുണ്ടാകുന്നില്ല. കാരണം എന്താണ്? കുട്ടികളെ ഈ രീതിയിൽ ഒരു തരം റോബോട്ടുകളാക്കി മാറ്റുകയാണ്. റോബോട്ടുകളായിട്ട് അവരിൽ സ്നേഹമില്ല, അദ്വേഷതയില്ല, മൈത്രിയില്ല, കരുണയില്ല, പരപരിഗണനയില്ല. അച്ഛനെ അറിയില്ല, അമ്മയെ അറിയില്ല, സൂര്യോദയം കാണുന്നില്ല, സൂര്യാസ്തമയം കാണുന്നില്ല, തുമ്പിയെ പിടിക്കാൻ തുമ്പിയുടെ പുറയിൽ ഓടുന്ന വിദ്യ അവനറിയില്ല, കല്ലെടുത്തെറിഞ്ഞ് മാങ്ങ വീഴ്ത്താനുള്ള വിദ്യ അവൻ അറിയുന്നില്ല. കാരണം അവൻ ഈ ലോകത്തിൽ ജീവിക്കുന്നവനല്ല. എവിടേക്കോ അവനെ വലിച്ചെറിയും, എവിടേക്കോ പോകും. ചേർത്ത് നിർത്തുന്നില്ല അച്ഛനും അമ്മയും. മാതാപിതാജമേ ശത്രുഹു. അങ്ങനെ മാതാവും പിതാവും ശത്രുക്കളായിട്ട് മാറുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് പ്രായമാകുമ്പോൾ മക്കളെ ചേർത്ത് പിടിക്കണം തോന്നുന്ന സമയത്ത് എവിടെ അവൻ 7 കടലിനപ്പുറം ഒരു രാജകുമാരുടെ കഥയില്ലേ, അവൻ 7 കടലിന് അക്കരെ പോയി ഏതോ ഒരു രാജ്യത്തിൽ വല്ലപ്പോഴും ഒരു ഇമെയിൽ വരും, അല്ലെങ്കിൽ വാട്സപ്പ് വരും, അത്ര തന്നെ. പൈസ വരും, ഇങ്ങനെ മണി ഓർഡർ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഗൂഗിൾ പേ, വേറൊന്നുമില്ല. ആ സമയത്ത് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് മാർത്തടിച്ച് നിലവിളിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലാതെ പോവുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചിട്ടില്ല. അതാണ് സത്യം. എനിക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സ്കൂളുകൾ എന്ന് പറയുന്ന നരകാലയത്തിൽ ഞാൻ വിടുമായിരുന്നില്ല. വിദ്യാലയമല്ല, നരകാലയത്തിൽ ഞാൻ വിടുമായിരുന്നില്ല. വീട്ടിലിരുത്തി പഠിപ്പിക്കും. അട്ടപ്പാടിയിലുണ്ടായിരുന്ന
ഗോപാലകൃഷ്ണനും വിജയകുമാരിയും രണ്ടുപേരും സ്കൂൾ മാഷുമാരാ, ടീച്ചർമാരാ. പക്ഷേ മകനെ പഠിപ്പിച്ച് വീട്ടിലിരുത്തിയിട്ട് അവർക്കറിയാമായിരുന്നു സ്കൂൾ ജീവിതം നരക ജീവിതമാണെന്ന്. അതിലൂടെ ഉണ്ടാകുന്നത് മാനവികതയുള്ള ഇരുകാലി ജീവിയല്ല, മാനവികതയില്ലാത്ത മനുഷ്യനല്ലാത്ത ഇരുകാലി ജീവി മാത്രമേ അതിലൂടെ പുറത്തു വരുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരൊരു സങ്കേതം തീർത്തു, സാരംഗ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ കുട്ടി ഇന്ന് ഡൽഹിയിലോ മറ്റുമാണ്. ഉയർന്ന് ചിന്തിക്കുന്ന നല്ലൊരു ശില്പിയാണ്, ലോകത്തിന് വേണ്ടപ്പെട്ടവനാണ്. എനിവേ, ഇനി നിങ്ങൾ പറയൂ, ഈ സൂംബ സ്കൂളുകളിൽ വേണോ? നിങ്ങൾ പറ. നമസ്കാരം.